ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഇന്ത്യൻ വിപണി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 0.24% സെൻസെക്സ് ഇടിഞ്ഞത്. നിഫ്റ്റി 0.5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റി 0.5% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം നേട്ടമാണെങ്കിൽ അടുത്ത ദിവസം നഷ്ടത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഏറ്റവും വലിയൊരു സംഭവവികാസം ഉണ്ടായത് അമേരിക്കയാണ് ഇറാനും ഒമാനും തമ്മിൽ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ ഗതാഗത പാത ഉറപ്പുവരുത്താനുള്ള കരാറിന് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് ഇറാന്റെ കടുത്ത നിലപാട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ബുധനാഴ്ച ആരോപിച്ചു. പ്രധാനപ്പെട്ട ഈ സാമ്പത്തിക ജലപാതയിലൂടെ ലഭിക്കുന്ന വരുമാനം ഉൾപ്പെടെ അതിൻ്റെ ഭരണപരമായി ബന്ധപ്പെട്ട വരുമാനം എങ്ങനെ പങ്കിടണമെന്നും ഇറാനും ഒമാനും ഇതിനകം ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ചെറിയ ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. $87.84 പെർ ബാരൽ എന്ന നിലയിലാണ് ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. സൈനിക ആക്രമണങ്ങൾക്ക് പകരം ഇറാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം തുടരാനാണ് അമേരിക്ക ആശ്രയിക്കുന്നതെന്ന സൂചനകൾ വന്നതോടെ ഇരു രാജ്യങ്ങളും വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക താൽക്കാലികമായി കുറഞ്ഞു. ഇതുകൊണ്ട് തന്നെ തൊട്ട് മുൻപത്തെ ദിവസം ബ്രന്റ് ഫ്യൂച്ചേഴ്സൊക്കെ 3% ഇടിവാണ് ഉണ്ടാക്കിയിരുന്നത്. ഏതായാലും ഈ ആഴ്ച മാത്രം എണ്ണവില ഏകദേശം ഈ കാരണങ്ങൾ കൊണ്ട് 5% ഇടിവ് ഇതിനോടകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇന്ത്യയെ പോലുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങൾക്ക് വളരെയേറെ ഗുണകരം തന്നെയാണ്. ഇനി US മാർക്കറ്റുകളിലേക്ക്. ഡൗ ജോൺസ് 0.2% ഇടിവാണ് ഉണ്ടാക്കിയത്. നാസ്ഡാക്ക് 0.08% ഇടിഞ്ഞു. S&P 500 0.02% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഇന്നലെ US വിപണികൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US വിപണികൾ, US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നല്ല നേട്ടത്തിൽ തന്നെയാണ്. നാസ്ഡാക്കിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ടാണ് ഇപ്പോൾ 0.35% നേട്ടത്തിലേക്ക് വരാനുള്ള കാരണമായത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,343 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 77 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.5% ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് 1.7% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ICICI പ്രൊഡൻഷ്യൽ AMC എന്ന കമ്പനിയാണ്. പ്രൊഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിംഗ്സ് മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ICICI പ്രൊഡൻഷ്യൽ AMCയിലെ 2% ഓഹരികൾ വിൽക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഓഫർ സൈസ് ഏകദേശം 3,121 കോടി രൂപയാണ്. 2026 ജൂണിലെ കണക്ക് പ്രകാരം പ്രൊമോട്ടർമാരുടെ മൊത്തം ഓഹരി പങ്കാളിത്തം 87.6% അതിൽ പ്രൊഡൻഷ്യൽ കോർപ്പറേഷന് 34.59% ഓഹരിയുണ്ട്. അടുത്തത് ഫോസിക്കോ ഇന്ത്യ എന്ന കമ്പനിയാണ്. മോർഗാനിറ്റ് ക്രൂസിബിൾ, മോർഗൻ ടെറാസൺ BV എന്നിവർ ഫോസിക്കോ ഇന്ത്യയിലെ തങ്ങളുടെ മുഴുവൻ, അതായത് 15.27% ഓഹരികൾ ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട്. ഓഫർ സൈസ് 664.4 കോടി രൂപയാണ്. ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 5,773.63 ആണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അടുത്തത് AE ഫിനാൻസ് എന്ന കമ്പനിയാണ്. ആൽഫ വേവ് ഇന്ത്യ AE ഫിനാൻസിലെ തങ്ങളുടെ മുഴുവൻ ഓഹരി, അതായത് 7.8% ഓഹരിയും ഒരു ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട്. ഓഫർ സൈസ് 320.4 കോടി രൂപ. ഓഫർ പ്രൈസ് 167 രൂപയുമാണ്. അടുത്തത് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കാണ്. ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഇൻട്രീം CEO ആയി കേട്ടൻ മർച്ചൻറ്റിൻ്റെ കാലാവധി RBI 3 മാസത്തേക്ക് കൂടി നീട്ടി. 2026 ഓഗസ്റ്റ് 27 മുതലാണ് 3 മാസത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിയിരിക്കുന്നത്. അടുത്തത് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനി. IRB ഇൻവിറ്റ് ഫണ്ടിൻ്റെ പ്രിഫറൻഷ്യൽ ഇഷ്യൂവിൽ നിക്ഷേപം കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് 351 കോടി രൂപ വരെ നിക്ഷേപിക്കുന്നതിന് അനുമതി നൽകി. ഓരോ യൂണിറ്റിനും 65 രൂപ നിരക്കിൽ പരമാവധി 5.4 കോടി രൂപ അധിക യൂണിറ്റിൽ ഏറ്റെടുക്കാനാണ് പദ്ധതി. അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനിയാണ്. ഓഗസ്റ്റ് 10 മുതൽ ബെല്ലിന് 730 കോടി രൂപ മൂല്യമുള്ള അധിക ഓർഡറുകൾ ലഭിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, റഡാർ, ഏവിയേഷൻ, ടാങ്ക് സബ്സ്റ്റേഷനുകൾ എന്നിവ നിർമ്മിക്കുന്നതിനാണ് കരാറ്. അടുത്തത് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ സബ്സിഡറിയായ ആൽപസ് ഹോസ്പിറ്റലിന്
മുംബൈയിലെ DGGAയിൽ നിന്ന് 165.7 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. ഇതിൽ 110.47 കോടി രൂപയുടെ പിഴ ഉൾപ്പെടുത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.